ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ഓശാന തിരുനാളിലേക്ക് കൂടെ പ്രാർത്ഥനയോടുകൂടെ നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാൻ യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ജനാവലി ഓശാന എന്ന് ആർത്തുവിളിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുകയാണ്. ഈ ഓശാന തിരുനാൾ അനേക പ്രാവശ്യം നാം ആചരിച്ചിട്ടുണ്ട്. അനേക പ്രസംഗങ്ങൾ നാം ഓശാനയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ഇന്ന് ആനുകാലികമായി ഓശാന തിരുനാൾ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമായിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങളും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളും, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ളതായ വേദഭാഗങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ ആ ഓശാന പെരുന്നാളിനെക്കുറിച്ച് വിവരിക്കുകയാണ്. നമ്മുടെ ഇന്ന് ആധുനിക ലോകത്തും ഘോഷയാത്രകൾ, റാലികൾ ഇതെല്ലാം നമുക്ക് സാധാരണമാണ്. മതത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ കലാകായിക മേളങ്ങളുടെ ആണെങ്കിലും മതപരമായ കാര്യങ്ങളിലാണെങ്കിലും അത് ഉത്സവങ്ങളോ പെരുന്നാളുകളോ ഇങ്ങനെ പലതരത്തിലുള്ളതായ വലിയ ഘോഷയാത്രകൾ നമ്മൾ കാണാറുണ്ട്. ഈ അടുത്ത നാളിൽ നടന്ന ഫുട്ബോൾ വേൾഡ് കപ്പ്, അത് കഴിഞ്ഞ് അർജൻറ്റീനയിലേക്ക് തിരിച്ചു ചെന്ന മെസ്സിയെയും കൂട്ടരെയും ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്നാണ് ആരവത്തോടുകൂടെ ഘോഷയാത്രയായി സ്വീകരിച്ചതൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. എന്നാൽ ഈ ഘോഷയാത്രകളിലെല്ലാം പലപ്പോഴും സന്തോഷത്തിൻ്റെയും വലിയ ആരവങ്ങളുടെയും, എന്നാൽ ചില ഘോഷയാത്രകൾ, ചില റാലികൾ പ്രതിഷേധത്തിൻ്റെയായി നമ്മൾ കാണാറുണ്ട്. സാധാരണഗതിയിൽ യെരൂശലേമിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ സ്വീകരിക്കുന്നത് ഏത് രീതിയിലുള്ളതായ ഒരു സ്വീകരണമായിരുന്നു, അല്ലെങ്കിൽ ഘോഷയാത്രയായിരുന്നു? സാധാരണഗതിയിൽ നാം കാണാറും കേൾക്കാറുമുള്ളത് ആ വലിയ ഒരു ആരവമെന്ന് പറയുന്നത്, ഹോശാന എന്ന് പറയുന്ന ഒരു ആർപ്പുവിളി, അതിൻ്റെ അർത്ഥമെന്തെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അത് നമുക്ക് എന്ത് ഘോഷയാത്രയായിരുന്നു യെരൂശലേമിലേക്ക് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഹോശാന എന്ന് പറയുന്ന ആ വാക്ക് യാഷ എന്ന് പറയുന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം ഹെൽപ്പ് അല്ലെങ്കിൽ സേവ്, രക്ഷിക്കണമേ, സഹായിക്കണമേ. അതിൻ്റെ കൂടെ എന്നുള്ള ഒരു വാക്ക്, അതിൻ്റെ അർത്ഥം ദയവായി, ചുരുക്കത്തിൽ ദയവായി ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നീ അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. സങ്കീർത്തനങ്ങൾ 1:18-25 വാക്യങ്ങളിൽ നമുക്കിതിന് തത്തുല്യമായ പദങ്ങൾ, യഹോവയെ രക്ഷിക്കണമേ എന്നുള്ളതായ ആ പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അനുഗ്രഹിക്കപ്പെട്ടവരെ, യെരൂശലേമിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയപരമായും മതപരമായും സാമൂഹികമായും ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഏതർത്ഥത്തിലായിരുന്നു ആ ജനാവലി ഹോശാന, ദാവീദ് പുത്രന് ഹോശാന എന്ന് പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രാജാവ് മാത്രമേ അവർക്കുള്ളൂ. അത് യഹോവയായ ദൈവമാണ്. ഭൂമിയിലെ രാജാക്കന്മാരെന്ന് പറയുന്നത്, ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് യഹോവയുടെ പ്രതിനിധി മാത്രമാണ്. അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ മാത്രമാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തരാണവർ. 1 ശമൂവേൽ 18:20 പുറപ്പാട് 15:18 ഈ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മഹത്വപൂർണമായ ഒരു കാലഘട്ടത്തിൽ നിന്ന്
പിന്നീട് രാഷ്ട്രീയമായ അടിമത്വത്തിലേക്കും പ്രവാസത്തിലേക്കുമൊക്കെ വീണുപോയ നാളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആധിപത്യത്തിൻ്റെ അധിപതിയുടെ രാജാവിൻ്റെ കീഴിലായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഈ തകർച്ചയുടെയും അടിമത്വത്തിൻ്റെയും രാഷ്ട്രീയമായ സാമൂഹികമായ ആ പ്രശ്നങ്ങളുടെയും മതപരമായ അടിമത്വത്തിൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളിലും അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഒരു മശിഹ വരും, ആ മശിഹ വന്ന് ഞങ്ങളെ വീണ്ടെടുക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:16 കർത്താവ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്ന മറുപടിയുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന്. അവിടെ ആ വീണ്ടെടുപ്പുകാരനാകുന്നുവെന്നുള്ള വലിയ പ്രതീക്ഷ, ഈ പ്രതീക്ഷയിലിരിക്കുന്ന ജനത്തെയാണ് ലാസറിൻ്റെ ഉയർപ്പിന് ശേഷമാണ് കർത്താവ് യെരൂശലേമിലേക്ക് ഈ ഓശാന നമ്മൾ പറയുന്ന ആ സംഭവം നടക്കുന്നത്. അതോടുകൂടി ജനത്തിന് വലിയ പ്രതീക്ഷയായി, ഇവൻ തന്നെയാണ് വിമോചകൻ, ഞങ്ങളുടെ രക്ഷകൻ. എന്നാൽ മത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിലെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയിലും വേദനയിലും ദുഃഖത്തിലുമായിരുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം ആ വരുന്ന യേശു അവൻ വാഗ്ദത്ത മശിഹായാണെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ തങ്ങളുടെ റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലായിരിക്കുന്നു, ഹെരോദാവിൻ്റെ ഭരണത്തിലായിരിക്കുന്നു. ഈ അടിമത്വത്തിൽ നിന്ന് ഒരു വിമോചകനായി വരുന്നവനാണ് ഇവൻ, അത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ആ ഉച്ചത്തിൽ അവരുടെ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ആരവം, അതോടൊപ്പം തന്നെ ആ ആരവത്തിൻ്റെ ശബ്ദം ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോൾ രക്ഷിക്കണമേ എന്നുള്ളതായ ആ വലിയ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അതൊരർത്ഥത്തിൽ ഒരു വലിയ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയാണ്. അതേസമയം തന്നെ അതൊരു പ്രത്യാശയോടെയുള്ള ദൈവത്തെയുള്ള സ്തുതിയായിട്ട് അവരുടെ ഖണ്ഡങ്ങളിൽ നിന്ന് മുഴുകുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രതിഷേധത്തിൻ്റെ ശബ്ദമാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളോടുള്ള അവരുടെ പ്രതിഷേധം കൂടെയാണ്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ കാണുന്ന രാഷ്ട്രീയപരമായും മതപരമായും ഉള്ള ചൂഷണങ്ങളും സാധുക്കളുടെയും ഒക്കെ ദയനീയമായ അവസ്ഥയിലും സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളിലും ആ സമൂഹമായിരിക്കുമ്പോൾ അവിടെയാണ് ഹോശാന എന്നുള്ളതായ ആ വിളി, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോൾ രക്ഷിക്കണമേ എന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഒരു വാചകം ഞാൻ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം, അവിടെയാണല്ലോ ഹോശാനയെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു സംഭവം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കർത്താവ് ഇവിടുന്ന് കടന്നു ചെല്ലുന്ന ദേവാലയത്തിലേക്കാണ്. അവിടെ നടക്കുന്ന കൊള്ളരുതായ്മ കച്ചവട കേന്ദ്രമായത് മാറ്റിക്കളഞ്ഞ് അമിതമായ വിലയ്ക്ക് സാധുക്കളുടെ അടുത്ത് സാധനങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പുറത്താക്കിക്കൊണ്ട്, അവിടെ മാത്രമല്ല അവിടെ ഒത്തിരി രോഗികളും കഷ്ടപ്പെടുന്നവരും വന്ന് കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് അവിടെ ആളുകൾ കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിക്കുമ്പോൾ ആ ഭാഗത്ത് പറയുന്നത്, കുഞ്ഞുങ്ങൾ കർത്താവിന് ഹോശാന ഹോശായന എന്ന് കുഞ്ഞുങ്ങൾ ആർത്തു വിളിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ ഹോശാന വിളി എന്ന് പറയുന്നത് പൈതങ്ങൾ, ശിശുക്കൾ, ദൈവമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള അവരുടെ നിലവിളി കൂടിയാണത്. അതാണ് നമ്മൾ ഈ ഹോശാനയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണത് അർത്ഥപൂർണമായിരിക്കുന്നത്? നമുക്കറിയാലോ, നമ്മുടെ ഈ ഹോശാന ഹോശാന എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലുള്ള ഒരു പെരുന്നാൾ മാത്രമല്ല. നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും ഈ ഹോശാന നമ്മൾ പാടാറുണ്ട്. അതിൻ്റെ സുറിയാനി കാദീഷ് 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 മോറിയോ ആലോഹോ ഹൈൽ സോനോ ഹൗദാമലൈൻ സ്മായോ വറവോമിൻ തേഷ്ബഹോസിം ഊശാനു ബമറൗമി ബ്രിഗുദേസോസേ ബശുമദ് മൊറിയോ ആലോഹോ തെശുബഹ്തോ
ബാമറോമേ. അതിൻ്റെ അർത്ഥം എന്താ? തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഊശാന. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എല്ലാ കുർബാനയിലും നമ്മൾ പാടുന്നതാണ് ശുദ്ധൻ ശുദ്ധൻ. നമ്മൾ മലയാളത്തിൽ, അതല്ലെങ്കിൽ നമ്മൾ പ്രോസായിട്ട്, അല്ലെങ്കിൽ സുറിയാനിയിൽ കാദീഷ് കാദീഷ് മൊറിയാലോഹോ, ഇപ്പോൾ ഞാൻ പാടിയ ആ പാട്ട്. അപ്പോൾ ഇത് ഒരു ദിവസം 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഹോശാനയല്ല. ഇത് ഓരോ ആരാധനയിലും ദൈവസന്നിധിയിലേക്ക് മനുഷ്യൻ്റെ ഈ നിലവിളി ഉയരുകയാണ്. ഞാനിവിടെ പറഞ്ഞു, ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. ഇന്ന് ആധുനിക ലോകത്തിൽ ഈ ശിശുക്കളുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിന്ന് കേൾക്കുന്ന മണ്ഡലങ്ങൾ എവിടെയൊക്കെയാണ് പ്രിയമുള്ളവരെ? ഗർഭപാത്രത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഗർഭഛിദ്രങ്ങൾ. നമുക്കറിയാം, പലപ്പോഴും മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ചോദിക്കാൻ മറുതലിക്കാൻ സാധിക്കാത്ത, കഴിവില്ലാതിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുന്ന അനുഭവങ്ങൾ. അവിടെയും ഈ ശിശുക്കളുടെ ഹോശാന ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള നിലവിളി മൗനമായിട്ട് ഉയരുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അനേക തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ. ഈ അടുത്ത കാലത്ത് ഞാനൊരു സംഭവം വായിച്ചു. ഒരു ഭാര്യയും ഭർത്താവും കോടതിയിൽ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് വന്നു നിൽക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞ് ഈ അമ്മയുടെ തോളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് അപ്പനടുത്ത് നിൽക്കുകയാണ്. ഈ അപ്പൻ്റെ മുഖത്തേക്ക് പല പ്രാവശ്യം നോക്കി അങ്ങോട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ വലിയ വാശിയും പിടിച്ച് മുഖവും സീരിയസ് ആക്കായിട്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ കൊച്ചിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അവസാനം ഇവർ ആ ജഡ്ജിയുടെ മുൻപിൽ വന്നപ്പോൾ ഈ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അപ്പൻ്റെ അടുത്തേക്ക് കൈ നീട്ടുന്നുണ്ട്. അമ്മ കൈ പിടിച്ച് താത്തിയിടും, അപ്പൻ തല തിരിക്കും. അവസാനം ആ ജഡ്ജി പറഞ്ഞു, ഒരു നിമിഷം നിങ്ങൾ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് രണ്ടുപേരും ഒന്ന് നോക്ക്. അതിൻ്റെ ആ മുഖത്തെ ദൈന്യതയും അതിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിനുള്ള ആ വാഞ്ചയും നിങ്ങളൊന്ന് നോക്ക്. ഒരു മിനിറ്റ് ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ മനസ്സുള്ള ജഡ്ജി പറഞ്ഞതല്ലേ, ആ കുഞ്ഞിനെ മേടിച്ചു പിടിച്ചു. ഉടനെ ആ കഴുത്തിൽ ആ മനുഷ്യൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഉടനെ ആ മനുഷ്യൻ വിതുമ്പിക്കൊണ്ട് ആ കുഞ്ഞിനെ മാറി മാറി ചുംബിച്ച് ജഡ്ജി ചോദിച്ചു, ഈ കുഞ്ഞു മുഖത്തേക്ക് നിങ്ങൾ ജീവൻ കൊടുത്ത ആ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു. നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. മനുഷ്യജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ജന്മം നൽകിയ ഈ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ രണ്ടുപേരും ഞങ്ങൾക്ക് വിവാഹമോചനം വേണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കരങ്ങളും ചേർത്ത് പിടിച്ച് ഇറങ്ങിപ്പോയ ഒരു സംഭവം ഞാൻ വായിക്കുകയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതുപോലെയുള്ള തകർക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾ വിവാഹമോചനത്തിലൂടെ സംഭവിക്കുന്ന പലപ്പോഴും അതിൻ്റെ ഇരകളായിത്തീരുന്ന ആ ജീവിതങ്ങൾ അവിടെയും ഉയരുകയാണ്. ഓശാന, ദൈവമേ ഞങ്ങളുടെ ദൈവമേ രക്ഷിക്കണമേ. അതുങ്ങൾക്ക് തമ്പുരാനോട് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ ഇന്നത്തെ ഡ്രഗ് മാഫിയായും സെക്സ് മാഫിയായും ഏറ്റവും കൂടുതൽ ഇന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. വിടരുന്നതിന് മുൻപ് തന്നെ വീണ് പൊഴിയുന്ന പുഷ്പങ്ങൾ. ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ സ്ഥലമോ അല്ലെങ്കിൽ ആ നാടോ രാജ്യമോ ഒന്നും പറയുന്നില്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ +2 ഇനത്തിലുമായ ഇത് കഴിഞ്ഞ ഒരു കൊച്ച്, ആ കുട്ടി അതിൻ്റെ അപ്പനും അമ്മയും ആ കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കയ്യിൽ മുഴുവൻ, ആ കൊച്ചിൻ്റെ കയ്യിൽ മുഴുവനും വരഞ്ഞ പാടുകളാണ്. അപ്പനും അമ്മയും പറയുകയായിരുന്നു, വെക്കേഷൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട്, പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞ് പെൺകുട്ടിയാണ്, ജോലിക്ക് പോയി. അപ്പോൾ +2 കഴിഞ്ഞ് 10-18 വയസ്സായി. അപ്പോൾ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള, അപ്പോൾ പേരൻസിനും വളരെ സന്തോഷമായി. ഈ കുഞ്ഞ് വീട്ടിൽ കിട്ടുന്ന ജോലി കഴിഞ്ഞ് വരാൻ തുടങ്ങി. പക്ഷെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ കയ്യിൽ നല്ല ഒരു ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഫോൺ കണ്ടു. പേരൻസ് ചോദിച്ചു, ഈ ഫോൺ എവിടെ നിന്നാ മോളെ? അപ്പോൾ പറഞ്ഞു, അത് ഞാൻ ജോലി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട്. അവരൊന്നും വേണ്ടിയില്ല. പിന്നെ അവർ ഓരോ ലക്ഷറി സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഒക്കെ പറയും, അത് അവിടെ നിന്ന് കൂടുതൽ ഇന്ന് പൈസ കിട്ടി. സാധാരണഗതിയിൽ മാതാപിതാക്കൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ, എത്ര വലിയ ജോലി കിട്ടിയ ഒരു ഐഫോൺ, ഇന്ന് നല്ലൊരു ഐഫോണിന് എന്താണെങ്കിലും പുതിയ മോഡലിനൊക്കെ 1 ലക്ഷം രൂപ എന്താണെങ്കിലും ഒക്കെ വിലയുണ്ടാകണം.
ഇതിന് മാത്രം പണം. അവസാനം ഒരു ദിവസം സംഭവിച്ചത് എന്താണെന്നറിയാമോ? വഴിയിൽ കിടക്കുന്ന ബോധരഹിതയായി കിടക്കുന്ന ആ കുഞ്ഞിനെ പോലീസ് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് ഇതിൻ്റെ ചുരുളറിയുന്നത്. ഈ കുഞ്ഞിനെ ഒരു മയക്കുമരുന്ന് മാഫിയ അതിൻ്റെ കാരിയറായിട്ട് ഉപയോഗിച്ച് ഇതുപോലെ ഓഫറുകൾ കൊടുത്ത് ആ കുഞ്ഞ് അവസാനം ഈ ഡ്രഗിന് അടിമയായി തീർന്ന് അത് കിട്ടാതെ ശരീരം മുഴുവൻ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിടാതിരുന്നപ്പോൾ വരഞ്ഞു കയറി വെച്ചതാണ്. അവസാനം അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരുവിധം ശാന്തമായി അവിടെ കൊണ്ടുവന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഇതൊറ്റപ്പെട്ട സംഭവങ്ങളല്ല. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കിടിയിൽ വീഴ്ത്തുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സെക്സ് റാക്കറ്റുകൾ നമ്മുടെ സ്കൂളുകളിൽ പോലും വളരെ താഴ്ന്ന കുഞ്ഞുങ്ങളെപ്പോലും ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെയും ഉയരുകയാണ് ഓശാന, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, ഈ യുഗത്തിൽ നിന്ന്, ഈ ദുരന്തത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതായ ആ നിലവിളി ഉയരുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിൽ മുഴങ്ങിയ ആ ജനത്തിൻ്റെ കഷ്ടതയിലും ചൂഷണത്തിലും വിധേയപ്പെട്ടിരുന്ന ആ ജനത്തിൻ്റെ ഹൃദയാന്തരാങ്കളത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ സങ്കടവും അവരുടെ വേദനയും പ്രതിഷേധവുമെല്ലാം ദൈവസന്നിധിയിൽ ദൈവമേ രക്ഷിക്കണമേ, ആ രക്ഷകൻ അവിടെ കടന്നു വന്ന് അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, രോഗസൗഖ്യവും ഇതെല്ലാം കൊടുത്തു. എന്നാൽ രാഷ്ട്രീയമായ അവർ പ്രതീക്ഷിച്ച മശിഹായായിരുന്നില്ല. അത് നിറവേറ്റിയത് എവിടെയാണെന്നറിയാമോ? ഒരു കാര്യം കൂടെയുണ്ട്. ഈ ഭൗതികമായ, രാഷ്ട്രീയമായ, സാമൂഹികമായ വിമോചനത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. അത് കാൽവറി ക്രൂശിങ്കൽ ആ ഹോശാനയുടെ നിലവിളിയുടെ മറുപടി അവിടെ നിറവേറ്റി. അവിടെ ഇന്നും മനുഷ്യകുലത്തിന് ഈ നമ്മുടെ ഭൗതികമായ ഇതുപോലുള്ള വിപത്തുകളെ അതിജീവിക്കുവാനുള്ളതായ ആ ശക്തി, അത് സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ട് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുമ്പോൾ, അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ, പാപത്തിൽ നിന്ന്, പാപഭംഗലമായ ജീവിത സരളികളാകുന്ന അടിമത്വത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനും ദൈവമേ അവിടുന്ന് ആ കാൽവറിയിലൂടെ നേടിത്തന്ന ആ വിമോചനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വർഷത്തെ നമ്മുടെ ഓശാന തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ യെരുശലേമിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ആ വലിയ ജനസമൂഹം കർത്താവിന് എതിരേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും, നമ്മുടെ സഭകളിലേക്കും, നമ്മുടെ സമൂഹത്തിലേക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലേക്കും രക്ഷകനായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് സമാധാനവും വിടുതലും തരണമേ. അതിൽ കഷ്ടതയിലായിരിക്കുന്നവരെ വിടുവിപ്പാൻ അതിനുള്ള ശക്തി ഞങ്ങൾക്ക് നിൻ്റെ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെയും അവിടുന്ന് ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.